ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ നിലവിൽ വന്നു. മുൻ വർഷങ്ങളേക്കാൾ തീവണ്ടി അപകടങ്ങളുടെ എണ്ണത്തിൽ കുറവുമുണ്ട്. എന്നാൽ ആധുനിക സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിച്ച് അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇന്നും റെയിൽവേക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ 68 തീവണ്ടി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ദുരന്തം വിതച്ചത് 13 അപകടങ്ങളിൽ. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നടന്ന ഈ 13 അപകടങ്ങൾ വീണ്ടും നമുക്കൊന്ന് ഓർത്തെടുക്കാം. 2014 മെയ് 4 മഹാരാഷ്ട്രയിലെ റോഹയിൽ ദിവാ ജംഗ്ഷനിൽ സവന്തോദി പാസഞ്ചർ പാളം തെറ്റി. അന്ന് 20 പേരുടെ മരണം സംഭവിച്ചു. 2014 മെയ് 26 ഉത്തർപ്രദേശിലെ ഖലീലാബാദിൽ സോരംഗ്ദാം എക്സ്പ്രസ് ചരക്കു തീവണ്ടിയുമായി കൂട്ടിയിടിച്ച് 25 പേരുടെ മരണം സംഭവിച്ചു. 2014 ജൂലൈ 23 തെലങ്കാനയിലെ മേഡക്കിൽ നന്ദേഡ് സെക്കന്ദരാബാദ് പാസഞ്ചർ ആളില്ല ലെവൽ ക്രോസിൽ സ്കൂൾ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. 20 മരണമാണ് അന്ന് ഉണ്ടായത്. അങ്ങനെ 2014 തീവണ്ടി അപകടത്തിൽ മാത്രം പൊലിഞ്ഞത് 65 പേരുടെ ജീവൻ. കർണാടകത്തിലെ അനേക്കിയിൽ ബാംഗ്ലൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് പാളം തെറ്റി. 12 പേർ അന്ന് ആ അപകടത്തിൽ മരിച്ചു. 2015 മാർച്ച് 20 ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ ദഹ്റാദൂൺ വാരണാസി ജനത എക്സ്പ്രസ് പാളം തെറ്റി. 58 പേർക്കാണ് അന്ന് ജീവൻ പൊലിഞ്ഞത്. 2015 ഓഗസ്റ്റ് 4 മധ്യപ്രദേശിൽ കമായാനി എക്സ്പ്രസും ജനത എക്സ്പ്രസും പാളം തെറ്റി. 31 പേരുടെ മരണമാണ് അന്ന് സംഭവിച്ചത്. 2015 തുടർച്ചയായി 3 തീവണ്ടി അപകടങ്ങൾ. ആകെ 91 പേരുടെ മരണം 2015 മാത്രം സംഭവിച്ചു. 2016 നവംബർ 20 ഇൻഡോർ രാജേന്ദ്രനഗർ എക്സ്പ്രസ് ഉത്തർപ്രദേശിലെ പുഗ്രാമയിൽ പാളം തെറ്റി. അന്ന് 152 പേരാണ് ആ ദുരന്തത്തിൽ മരിച്ചു വീണത്. 2016 ശേഷം പിന്നീട് വലിയ ദുരന്തം സൃഷ്ടിച്ചുകൊണ്ടുള്ള തീവണ്ടി അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ഇനി 2017 ജനുവരി 21 ആന്ധ്രാപ്രദേശിലെ കുനേരുവിൽ ജഗ്ദൽപൂർ ഭുവനേശ്വർ ഹിരാഖണ്ഡ് എക്സ്പ്രസ് പാളം തെറ്റി. 41 പേരാണ് അന്ന് മരിച്ചത്. അടുത്ത അപകടവും 2017 തന്നെ ഉണ്ടായി. 2017 ഓഗസ്റ്റ് 19 ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ പുരി ഹരിദ്വാർ കലിംഗ ഉത്കൽ എക്സ്പ്രസ് പാളം തെറ്റി. 23 പേർ അന്ന് മരിച്ചു. അങ്ങനെ 2017 മൊത്തം 64 പേർ തീവണ്ടി അപകടത്തിൽ മരിച്ചു വീണു. 2018 ഒക്ടോബർ 10 ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ ന്യൂ ഫറാക്ക എക്സ്പ്രസ് പാളം തെറ്റി. 7 പേർ മരിച്ചു. 2018 ഒക്ടോബർ 19 അമൃതസറിൽ ദസറ ആഘോഷം കാണാനായി റെയിൽ പാളത്തിൽ നിന്നവരുടെ ഇടയിലേക്ക് 2 പാസഞ്ചർ തീവണ്ടികൾ ഇടിച്ചു കയറി അപകടമുണ്ടായി. 59 പേരുടെ മരണം അന്ന് സംഭവിച്ചു. അങ്ങനെ 2018 മാത്രം 66 പേർ മരിച്ചു. 2018 ശേഷം 4 വർഷക്കാലം വലിയ തീവണ്ടി ദുരന്തങ്ങളൊന്നും കാണേണ്ടി വന്നിട്ടില്ല. എന്നാൽ 2023 ജൂണിലുണ്ടായ തീവണ്ടി അപകടം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു. 2023 ജൂൺ 2 ഒഡീഷയിലെ ബാലസോറിൽ കോറമാണ്ടൽ എക്സ്പ്രസ് ചരക്കുവണ്ടിയുമായി കൂട്ടിയിടിച്ചു. അടുത്ത കാലത്തായി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവണ്ടി അപകടം. 291 പേർക്കാണ് അന്ന് ജീവൻ പൊലിഞ്ഞത്. അടുത്ത ദിവസം തന്നെ സ്ഥലത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റക്കാർക്കെതിരെ കർശന നടപടി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ശേഷം 2023 ഒക്ടോബർ 29 ആന്ധ്രാപ്രദേശിലെ പാസഞ്ചറുകൾ കൂട്ടിയിടിച്ചു. 14 പേരാണ് അന്ന് മരിച്ചു വീണത്. അങ്ങനെ 2023 മാത്രം മരിച്ചത് 305 പേരാണ്. ഏറ്റവും ഒടുവിലായത് തിങ്കളാഴ്ച രാവിലെ 9:30 പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിൽ രാജ്യത്തെ നടുക്കി വീണ്ടും തീവണ്ടി അപകടമുണ്ടായി. കഞ്ചാൻജംഗ എക്സ്പ്രസിന് പിന്നിലേക്ക് സിഗ്നൽ തെറ്റിച്ചെത്തിയ ഗുഡ്സ് ഇടിച്ചു കയറുകയായിരുന്നു. ഇതുവരെ 10-ലേറെ പേരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കുകളുമുണ്ട്. സിഗ്നലുകളിലെ തകരാറും ചരക്ക് തീവണ്ടിയുടെ ലോക്കോ പൈലറ്റിന്റെ അശ്രദ്ധയുമാണ് ഈ അപകടത്തിന് കാരണമായത്. ഇങ്ങനെ ചെറുതും വലുതുമായ ഒട്ടേറെ തീവണ്ടി അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നാം വിരൽ ചൂണ്ടേണ്ടത് ആർക്കു നേരെയാണ്?
ആധുനിക സുരക്ഷാ സംവിധാനങ്ങളെല്ലാം നിലവിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നത് വലിയ ഒരു ചോദ്യമായി അവശേഷിക്കുന്നു.